السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇസ്ലാമിൽ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങൾ കരസ്ഥമാക്കുന്നതിനും അത് എല്ലാ അവസരത്തിലും പ്രകടമാക്കുന്നതിനും വീട്ടിലും സമൂഹത്തിലും എല്ലാ നിലയിലും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടമാക്കുന്നതിനും സ്വന്തക്കാരോടും അന്യരോടും നല്ല സ്വഭാവം കാണിക്കുന്നതിനുമുള്ള എല്ലാവിധ അധ്യാപനങ്ങൾ നൽകിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഇസ്ലാം നൽകിയിരിക്കുന്ന രീതിയിലുള്ള വിശദീകരണം മറ്റൊരു മതവും നൽകിയിട്ടില്ല. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പൊതുവിൽ മുസ്ലിങ്ങൾ തന്നെയാണ് താഴ്ന്ന നിലയിലുള്ളവർ എന്ന് മനസ്സിലാക്കുന്നത്. അമുസ്ലിങ്ങൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. കാരണം അവർ പറയുന്നതിനെതിരാണ് അവരുടെ പ്രവൃത്തികൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും തന്റെ പ്രവൃത്തികൾ മുഖേന ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കാൻ ഊന്നൽ നൽകിയിരിക്കുന്നു. പൊതുവിൽ മുസ്ലിങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ ഇവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യങ്ങളോ പ്രവൃത്തികളോ ചെയ്യാത്തതിന് തുല്യമാണ്. മുസ്ലിങ്ങളുടെ അവസ്ഥ കാരണമായി ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. അള്ളാഹു ഹസ്രത്ത് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയക്കുകയുണ്ടായി. എന്നാൽ ഈ കൂട്ടർ ഇക്കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചിലർ ശത്രുതയിൽ അതിരുകടക്കുകയും പൊതുവായ ധാർമ്മിക ഗുണങ്ങളേക്കാൾ മോശമായിട്ടുള്ള പദങ്ങൾ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിനെതിരിലും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർക്കെതിരിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ അമുസ്ലിങ്ങൾ ഇവർക്കെതിരെ വിരൽ ചൂണ്ടുന്നു. ഇവരുടെ ഈ അവസ്ഥ അഹമ്മദികൾ തങ്ങളുടെ പരിപൂർണമായ പരിശ്രമത്തിലൂടെ
ഉന്നത ധാർമ്മിക ഗുണം കരസ്ഥമാക്കുന്നവരായി മാറുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതാണ്. എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടും ഉന്നത ധാർമ്മിക ഗുണം ഇസ്ലാമിക അധ്യാപനങ്ങളനുസരിച്ച് കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിന്റെ മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിൽ നമുക്ക് ഉപദേശം നൽകിയോ അതനുസരിച്ച് ഉന്നത ധാർമ്മിക ഗുണം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അല്ല എങ്കിൽ നാം അഹമ്മദി ആയതുകൊണ്ടോ അഹമ്മദിയാണെന്ന് പറയുന്നത് കൊണ്ടോ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവൃത്തിയെ നാം നോക്കുകയാണെങ്കിൽ അത്ഭുതകരമായ നിലവാരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കുടുംബപരമായ അവസ്ഥ നോക്കുകയാണെങ്കിലോ ചിലപ്പോൾ തന്റെ നീളം കുറഞ്ഞ ഭാര്യ മറ്റുള്ളവർ നീളം കുറഞ്ഞ ഭാര്യയാണെന്ന് പരിഹസിക്കുന്നത് അങ്ങേയറ്റം അനിഷ്ടകരമായി കണ്ടിരുന്നു. ആരെയും വേദനിപ്പിക്കരുതെന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഭാര്യയുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ ഭാര്യമാർക്ക് അനിഷ്ടകരമായി തോന്നരുതെന്ന് ഉപദേശിക്കുമായിരുന്നു. ചിലപ്പോൾ കുട്ടികളുടെ ഉന്നത ധാർമ്മിക ഗുണം കരസ്ഥമാക്കുന്നതിന് ഉപദേശിക്കുന്നു. അതായത് ആളുകളുടെ പഴങ്ങളിൽ കല്ലെറിഞ്ഞുകൊണ്ട് അവരുടെ പഴങ്ങളെ നശിപ്പിക്കരുത്. കൂടുതൽ വിശപ്പുണ്ടെങ്കിൽ മരത്തിൽ നിന്ന് താഴെ വീണ പഴുത്ത പഴങ്ങൾ തിന്നാം. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്രകാരം ഉപദേശിക്കുകയുണ്ടായി, ഏറ്റവും നല്ല കാര്യം ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുതെന്നും നിങ്ങൾ നിർബന്ധിതരാവാതിരിക്കുകയും അള്ളാഹ് നിങ്ങൾക്കുള്ള വഴികൾ സ്വയം ഒരുക്കി തരികയും ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു എന്നുള്ള ഉപദേശം നൽകുകയുണ്ടായി. ഈ ദുആയോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുലേക്ക് മടങ്ങണമെന്നും തെറ്റായ രീതിയിൽ ജനങ്ങളുടെ സാധനത്തിൽ ശ്രദ്ധിക്കാൻ പാടില്ലെന്നുമുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. കാരണം നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവദനീയമാണെങ്കിലും അദ്ദേഹം പറയുകയുണ്ടായി, ധാർമ്മിക ഗുണം സ്വായത്തമാക്കണമെന്നും നന്മയെന്നും പറയുകയുണ്ടായി. അതുപോലെ ഒരു കുട്ടി തന്റെ ഭക്ഷണം വേഗത്തിൽ കഴിക്കുകയും തന്റെ പ്ലേറ്റിൽ അവിടെയും ഇവിടെയും കൈ ചലിപ്പിക്കുകയും ചെയ്യുന്നതായി കണ്ടപ്പോൾ പറഞ്ഞു, ആദ്യം ബിസ്മില്ലാ പറയുക, വലതു കൈകൊണ്ട് ഭക്ഷിക്കുക, മുന്നിൽ നിന്ന് ഭക്ഷിക്കുക. വലുതായതിനു ശേഷം ഉന്നതമായ ധാർമ്മിക ഗുണങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി കുട്ടികളുടെ ശിക്ഷണം ഈ നിലയിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ കളവൊരു പാപമാണ്, സത്യത ഒരു നന്മയും നല്ല സ്വഭാവമാണ്. ഇതിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം ഉപദേശിക്കുകയുണ്ടായി. ഒരു സഹാബി തന്റെ കുട്ടിക്കാലത്തുള്ളൊരു സംഭവം വിവരിക്കുന്നു. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ വരികയുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളിക്കാൻ പോവുകയുണ്ടായി. എന്റെ ഉമ്മ ഈ അനുഗ്രഹീത സദസ്സിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ട് പറയുകയുണ്ടായി, ഇവിടെ വരിക, ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ നിനക്കൊരു സാധനം തരാം. ഇത് കേട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അവൻ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്റെ ഉമ്മ മറുപടി പറഞ്ഞു, അതെ, ഞാൻ അവന് ഒരു കാരക്ക കൊടുക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തന്റെ കുട്ടിക്ക് ഒന്നും കൊടുക്കാതെ അവൻ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇത് പറഞ്ഞതാണെങ്കിൽ നീ കളവ് പറഞ്ഞുവെന്ന പാപം ചെയ്യുന്നവളായി മാറുന്നതാണ്. ഇതിലൂടെ ഈ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ കളവിനോടുള്ള വെറുപ്പും സത്യതയോടുള്ള പ്രാധാന്യവും വെളിപ്പെടുകയുണ്ടായി. വലുതാവുന്നതുവരെ
ഈ കാര്യം ഓർമ്മ വെക്കുകയും പല അവസരങ്ങളിൽ ഇത് പറയുകയും ചെയ്തു. ഈ കാര്യത്തിന് ഈ പ്രാധാന്യമാണ് എന്ന്. അതുപോലെ തന്നെ ഒരവസരത്തിൽ ഒരാളോട് പറഞ്ഞു, നിനക്ക് എല്ലാ തിന്മയും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കളവ് പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക. നാം നോക്കുക, ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതാണോ? വളരെ നേർമയായ നിലയിൽ കളവിൽ നിന്ന് രക്ഷപ്പെടുകയും സത്യത നിലനിർത്തുകയും ചെയ്യുന്ന അവസ്ഥയിലാണോ എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ നിലവാരത്തിലാണോ നാം ഉള്ളതെന്ന് നാമും ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. നിവേദനത്തിൽ വന്നിരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തിന്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏറ്റവും വലിയ തിന്മ ഇതാണ്: 1, അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിക്കുക. 2, മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിക്കുക. നിവേദകൻ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കുക. 3, കളവും കള്ളസാക്ഷ്യം പറയുക. വീണ്ടും പറഞ്ഞു, കള്ളവും കള്ളസാക്ഷ്യം പറയുക. നിവേദകൻ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. അതുപോലെ ഈ നിലയിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാർമ്മിക ഗുണത്തിന്റെ നിലവാരം കാണുന്നതാണ് സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. അതിന്റെ നിലവാരം എത്തരത്തിലായിരിക്കണമെന്നും അദ്ദേഹം എങ്ങനെയാണ് ഉപദേശിച്ചതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാട്ടറബി പള്ളിയിൽ മൂത്രമൊഴിച്ചു. ജനങ്ങൾ അയാളെ തടയാൻ വേണ്ടി അയാളുടെ അടുക്കലേക്ക് ഓടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിടയിക്കുക, മൂത്രമൊഴിച്ച സ്ഥലത്ത് വെള്ളമൊഴിക്കുക. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടത്. ഈ കാട്ടറബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സമശീലത്തെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. ഇക്കാലത്ത് മുസ്ലിങ്ങളും ഉലമാക്കളും ഭരണകൂടങ്ങളും അതുപോലെ ഗ്രൂപ്പുകളും മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ചെറിയ കാര്യത്തിൽ പോലും വലിയ കാര്യത്തിലും എളുപ്പം ഉണ്ടാക്കുന്നില്ല. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ നല്ലതാണോ ചീത്തയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ അയൽവാസിലേക്ക് ശ്രദ്ധിക്കുക. അവർ നിങ്ങളെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് വെച്ച് പുലർത്തുന്നതെന്ന്. പിന്നീട് നേതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സമൂഹത്തിന്റെ സേവകനാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ നല്ലവരാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ കഴിവുകളോടും ജനങ്ങളെ സേവിക്കുക. എവിടെയാണ് ഈ നിലവാരം നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിലെ ഭാരവാഹികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശക്തി ലഭിക്കുകയും മക്കയിൽ വിജയം കൈവരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരം എത്തരത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മക്ക വിജയിച്ചപ്പോൾ ഏത് രീതിയിലാണ് ഉന്നത ധാർമ്മിക ഗുണം വെളിപ്പെടുത്തിയത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കനിശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കുകയുണ്ടായി. ഈ മാപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെ പലരുടെയും ഇസ്ലാം സ്വീകരിക്കുന്നതിനുള്ള കാരണമാവുകയും ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉന്നത ധാർമ്മിക ഗുണത്തിന്റെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അവരുടെ അടുത്ത് ഇപ്രകാരം പറയുന്നു, അള്ളാഹു നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതായത് നീ ഏറ്റവും
ഉന്നതമായ ധാർമ്മിക ഗുണമുള്ളവനാണ്. ഇതിന്റെ ഉദ്ദേശം ഇപ്രകാരമാണ്: എല്ലാവിധ ധാർമ്മിക ഗുണങ്ങളും ദയ, ധീരത, നീതി, കരുണ, ഔദാര്യം, സത്യത, ദൃഢനിശ്ചയം മുതലായവ. അതായത് ദൃഢനിശ്ചയത്തോടുകൂടി ഒരു കാര്യത്തെ സഹിക്കുകയും എല്ലാ കാര്യവും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ചുരുക്കത്തിൽ മനുഷ്യഹൃദയത്തിൽ എത്ര കണ്ട് കഴിവുകൾ ഉണ്ടാവുന്നുവോ അതെല്ലാം ഇതിൽ കാണുന്നു. ഉദാഹരണത്തിന് നീതി, ലജ്ജ, സത്യത, മനുഷ്യത്വം, അഭിമാനം, സ്ഥിരത, പരിശുദ്ധത, ദയ, ധീരത, സഹാനുഭൂതി, പുറത്തുകൊടുക്കൽ, ക്ഷമ, ഔദാര്യം, സത്യത, കൂറ് മുതലായവ. ഈ എല്ലാ കാര്യങ്ങളും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവസരവും സന്ദർഭവും അനുസരിച്ച് പ്രവർത്തിക്കുക. ഇതിൻ്റെയൊക്കെ പേരാണ് ധാർമ്മിക ഗുണം എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ മനുഷ്യപ്രകൃതത്തിലുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് ധാർമ്മിക ഗുണമായി മാറുന്നത്. ചിലപ്പോൾ ശിക്ഷിക്കേണ്ടതായി വരുന്നു. പക്ഷേ ശിക്ഷിക്കുന്നത് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നത ധാർമ്മിക ഗുണം പ്രകടമാകുന്നതിന്റെ പല അവസ്ഥകളും വിവരിച്ചുകൊണ്ട് പറയുന്നു: ഉന്നത ധാർമ്മിക ഗുണത്തിന്റെ അവസ്ഥ രണ്ട് നിലയിലാണ് പ്രകടമാകുന്നത്. പരീക്ഷണഘട്ടത്തിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും, അതുപോലെ പ്രതിഫലത്തിലും സന്തോഷാവസ്ഥയിലും. പരീക്ഷണവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും ഉള്ള ക്ഷമയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള മാർഗവും സ്വായത്തമാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഉന്നത ധാർമ്മിക ഗുണമുള്ള വ്യക്തി. അതുപോലെ തന്നെ പാരിതോഷികം കിട്ടുമ്പോൾ വിനയം കാണിക്കുന്ന, നീതിയും കാണിക്കുന്ന വ്യക്തിയാണ് ഉന്നത ധാർമ്മിക ഗുണമുള്ള വ്യക്തി. ഈ രണ്ടവസ്ഥയും നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മക്ക വിജയസരത്തിൽ തന്റെ കഠിന ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് പറയുന്നു, മനുഷ്യന്റെ ധാർമ്മിക ഗുണം എപ്പോഴും രണ്ട് നിലയിലായിരുന്നു പ്രകടമാവാറുള്ളത്. പരീക്ഷണഘട്ടത്തിൽ, അതല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്ന അവസരത്തിൽ. ഒരു കാര്യം ഉണ്ടാവുകയും രണ്ടാമത്തെ കാര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യന്റെ ധാർമ്മിക ഗുണം മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അല്ലാഹു തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാർമ്മിക ഗുണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മക്കയിലും മറുഭാഗം മദീനയിലുമാണ് പ്രകടമായിരുന്നത്. മക്കയിലെ ശത്രുക്കളുടെ പീഡനങ്ങൾ ക്ഷമിക്കുകയും കഠിനമായി പെരുമാറിയിട്ടും അവരോട് വളരെ ആർദ്രതയോടുകൂടി പെരുമാറി. അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിരുന്നില്ല. പിന്നീട് മദീനയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചപ്പോൾ ഈ ശത്രുക്കളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുകയുണ്ടായി. പകരം വീട്ടാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും പകരം വീട്ടിയിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാർമ്മിക ഗുണത്തെക്കുറിച്ച് കൂടുതൽ വിശേഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇക്കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. ഞാൻ അധികം ആളെ കണ്ടതാണ്. ചിലർ ദയ കാണിക്കുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് കൊടുക്കുകയും പക്ഷെ ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും കൊടുക്കുകയും അതോടൊപ്പം തന്നെ ദേഷ്യം പിടിച്ചാൽ കൊടുത്തത് എടുത്തു പറയുകയും ചെയ്യുന്നു. പറയുന്നു,
ചിലർ ദാർഷ്ട്യം കാണിക്കുന്നവരാണെങ്കിലും പിശുക്കന്മാരാണ്. ചിലപ്പോൾ ദേഷ്യം വന്നാൽ പ്രതികരിക്കുന്നു, പക്ഷേ വിനയം കാണിക്കുന്നില്ല. ചിലർ വിനയം നല്ല രീതിയിലുണ്ടാകും, പക്ഷേ സന്ദർഭത്തിനനുസരിച്ച് അവർ അവസരം പ്രവർത്തിക്കുന്നില്ല. കിട്ടുമ്പോൾ ദേഷ്യം കാണിക്കാൻ തുടങ്ങുന്നു. എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനുണ്ടാവുകയില്ല എന്നത് ശരി തന്നെയാണ്. എല്ലാ ഗുണങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടവരായി മാറുകയും ചെയ്യുന്നില്ല. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സമർപ്പിച്ച ഹസ്രത്ത് മുസ്ലിം പറയുന്നു, ഈ ധാർമ്മിക ഗുണത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണ്. റസൂൽ കരീം സല്ലല്ലാഹു ഈ കാര്യത്തിൽ പരിപൂർണതയുള്ളയാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതാപത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ചുരുക്കത്തിൽ ബുദ്ധിമുട്ട് അവസരത്തിലും കാലഘട്ടത്തിലും ധാർമ്മിക ഗുണം പ്രകടമാക്കുകയുണ്ടായി, ക്ഷമ കാണിക്കുകയുണ്ടായി. അതിൽ ലോകം അത്ഭുതപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തി ലഭിച്ചപ്പോൾ എല്ലാ അക്രമം കാണിച്ച് എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയും ചെയ്തു. ധാർമ്മിക ഗുണത്തിന്റെ എല്ലാ വശങ്ങളും ഒരു യഥാർത്ഥ മുസ്ലിമിന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്, കാണിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഏത് രീതിയിലാണ് മാർഗദർശനം നൽകിയിരിക്കുന്നത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാർമ്മിക ഗുണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഈ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള ഉന്നതമായ ധാർമ്മിക ഗുണമായിരുന്നു. ഒരു അത്ഭുതം കാണിക്കുകയുണ്ടായി. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ സുന്നത്ത് അനുസരിച്ച് നിങ്ങളുടെ ധാർമ്മിക ഗുണത്തെ നന്നാക്കുകയും എല്ലാ നല്ല ഗുണത്തെ സമ്പത്തിനനുസരിച്ച് അത് പ്രയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളും അത്ഭുതം കാണിക്കുന്നവരായി മാറുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് പറയുന്നു, അത്ഭുത സിദ്ധിയെ സംബന്ധിച്ച് ജനങ്ങൾ ഒഴിവുകഴിവുകൾ പറയാറുണ്ട്, അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ധാർമ്മിക ഗുണത്തെ സംബന്ധിച്ച് ആർക്കും ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും വലുതും ഉന്നതമായ പദവി ധാർമ്മിക ഗുണത്തിൻ്റെതാണ് നൽകിയത്. അള്ളാഹു പറയുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുത ദൃഷ്ടാന്തങ്ങൾ മറ്റ് പ്രവാചകന്മാരേക്കാൾ പ്രകടമായിരുന്നു. എങ്കിലും അതിനേക്കാൾ ഉപരിയായിരുന്നു അദ്ദേഹത്തിന്റെ ധാർമ്മിക ഗുണങ്ങൾ. അതിനുള്ള ഉദാഹരണം ലോകം സമർപ്പിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും പറയുന്നു, എല്ലാ മനുഷ്യരും മോശമായ ഇഖ്ലാഖ് ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ഗുണങ്ങൾ സ്വായത്തമാക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചെല്ലാം അത് തന്നെ വലിയ കറമത്താണ്. ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു കറമത്താണ്. ഉദാഹരണമായി, വളരെയധികം ദേഷ്യം പിടിക്കുന്നയാളും അത് ഉപേക്ഷിക്കുകയും തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ശീലം സ്വായത്തമാക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും കറാമത്താണ്. ഈ സ്വഭാവവും മാപ്പ് കൊടുക്കുന്ന ശീലം സ്വായത്തമാക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതെങ്കിൽ പിശുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ദയ കാണിക്കുകയാണെങ്കിൽ, അതുപോലെ അസൂയ കാണിക്കുന്നതിന് പകരം പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള പരിവർത്തനം വരുത്തുകയാണെങ്കിൽ അത് കറാമത്താവുന്നതാണ്. അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തൻപ്രമാണിത്വവും തന്നിഷ്ടവും ഉപേക്ഷിച്ച് എളിമയും വിനയവും കൈക്കൊള്ളുകയാണെങ്കിൽ ഈ വിനയം തന്നെയാകും കറാമത്ത്. തന്നെത്താൻ സ്വയം പുകഴ്ത്തുകയും പുകഴ്ത്തി പറയിപ്പിക്കുകയും ചെയ്യുക
ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിനയം കൈക്കൊള്ളുകയാണെങ്കിൽ അത് കറാമത്തായിത്തീരുന്നു. പറഞ്ഞു, കറാമത്ത് കാണിക്കുന്നവരാകാൻ ആഗ്രഹിക്കാത്തവർ നിങ്ങളിൽ ആരുണ്ട്? നിങ്ങളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിനാൽ ഈ നിരന്തരമായിട്ടുള്ള ജീവനുള്ളതുമായിട്ടുള്ള കറാമത്താകുന്നു ഇത്. മനുഷ്യൻ തന്റെ ആധ്യാത്മിക അവസ്ഥ നന്നാക്കേണ്ടതാണ്. എന്തെന്നാൽ ഇതിന്റെ സ്വാധീനം ഒരിക്കലും പാഴായി പോകുന്നില്ല എന്നല്ല, അതിന്റെ ഗുണം വളരെ അകലെ വരെ എത്തുന്നതാണ്. സൃഷ്ടിയുടെയും സൃഷ്ടാവിന്റെയും കണ്ണിൽ കറാമത്ത് കാണിക്കുന്നവരായി മുഅ്മിൻ മാറേണ്ടതാണ്. ഒരുപാട് സുഖലോലുപരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരു തരത്തിലുള്ള അമാനുഷ ശക്തിയിലും വിശ്വാസമില്ലാത്തവരായിരുന്നു. എന്നാൽ സൽസ്വഭാവങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് അവരും തലകുനിച്ചു. അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേരെ സൽസ്വഭാവത്തിന്റെ കറാമത്തുകൾ കണ്ടിട്ട് അവർ ദീൻ സ്വീകരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഭൗതികനും സൽസ്വഭാവം കാണിക്കുന്നതായി തോന്നും. എന്നാൽ സൽസ്വഭാവം എന്ന് പേര് നൽകുന്ന ഇത് പൊതുവിലൊരു പ്രകടനം മാത്രമായിരിക്കും. തന്നെ സ്വയം നന്നാക്കി കാണിക്കുന്നതിനായി അങ്ങനെ ചെയ്യുകയായിരിക്കും. അവിടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവും. ഹൃദയത്തിന് മറ്റൊന്നായിരിക്കും. അതല്ലെങ്കിൽ പലപ്പോഴും വലിയ ഓഫീസറുടെ മുന്നിൽ, വലിയ ധനികന്റെ മുമ്പിൽ വളരെ നല്ല സൽസ്വഭാവിയാണെന്ന് കാണിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പ്രകടനം മാത്രമായിരിക്കും. ദൗർബല്യം കൊണ്ടോ ഭയം കൊണ്ടോ ഭീരുത്വം കൊണ്ടോ ആയിരിക്കും അങ്ങനെ ചെയ്യുക. അവിടെ നിന്ന് പറഞ്ഞു, ഇസ്ലാമിന്റെ അധ്യാപനം അതല്ല. എന്തെന്നാൽ ഇത് ഇസ്ലാമിൽ യഥാർത്ഥ സൽസ്വഭാവമല്ല. മറിച്ച് ഉന്നത സ്വഭാവ ഗുണം എന്നത് ഹൃദയം കൊണ്ട് അത് പ്രകടിപ്പിക്കുകയാവണം. സഹാനുഭൂതി ഉണ്ടെങ്കിൽ അത് ഹൃദയം കൊണ്ടാവണം. മറ്റു പല കാര്യങ്ങളും പ്രകടിപ്പിക്കുകയാണെങ്കിലും അത് ഹൃദയത്തിൽ നിന്നാവണം. അതിനാൽ ഇക്കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, സൽസ്വഭാവം രണ്ട് വിധത്തിലാണുള്ളത്. അതിൽ ഒന്ന് ഇക്കാലത്ത് പുതിയ വിദ്യാസമ്പന്നരിൽ കാണുന്നതാണ്. അതായത് കൂടിക്കാഴ്ച നടത്തുമ്പോൾ നാവുകൊണ്ട് വെറുതെ പുകഴ്ത്തുകയും ഹൃദയത്തിൽ കാപട്യവും കുശുമ്പും നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഈ സ്വഭാവം വിശുദ്ധ ഖുർആനെതിരാണ്. രണ്ടാമത്തെ സൽസ്വഭാവം എന്നത് യഥാർത്ഥ സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നതാണ്. ഹൃദയത്തിൽ കാപട്യമുണ്ടാകരുത്, വെറുതെ പുകഴ്ത്തലാകരുത്. അള്ളാഹു പറയുന്നത് പോലെ, അതായത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. ഇതാണ് പൂർണ്ണമായ രീതി. നീതി പുലർത്തുക, നീതിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുക. യാഥാർത്ഥ്യം എന്താണോ അത് വിവരിക്കുക. പിന്നീട് പ്രത്യേകമായി കരുണ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും, അവിടെ കരുണ ചെയ്യുക. പിന്നീട് അതിലും മുൻകടന്ന് ഒരു മാതാവ് കുട്ടിയോട് കാണിക്കുന്നത് പോലുള്ള സൽസ്വഭാവം കാണിക്കുക. ഇത് ഏറ്റവും അടുത്ത ബന്ധം കാരണമായാണ് ഉണ്ടാകുന്നത്. പറഞ്ഞു, ഇതാണ് പൂർണ്ണമായ രീതി. എല്ലാ പരിപൂർണമായ രീതികളും ദൈവിക വചനത്തിലുണ്ട്. അതിൽ നിന്നും മുഖം തിരിക്കുന്നവർക്ക് മറ്റൊരിടത്തു നിന്നും ഹിദായത്ത് ലഭിക്കുകയില്ല. നല്ല അധ്യാപനങ്ങൾ അതിന്റെ നല്ല സ്വാധീനം പ്രകടമാക്കുന്നതിന് ഹൃദയപരിശുദ്ധി ആവശ്യമാണ്. ഇതിൽ നിന്നും അകന്നിട്ടുള്ളവർ അവരെ ഗഹനമായി ദൃഷ്ടിയോടുകൂടി നോക്കുകയാണെങ്കിൽ ഒരുപാട് മാലിന്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഉള്ളതായി കാണാം. അതിനായി ഹൃദയത്തിന്റെ പരിശുദ്ധത ആവശ്യമാണ്. സ്വയം അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായി നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. പറയുന്നു, ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല. നമസ്കാരത്തിലും സത്യസന്ധതയിലും പുരോഗതി കൈവരിക്കുക. സ്വയം സംസാരത്തിൽ പുരോഗതി കൈവരിക്കുക. സത്യസന്ധതയുടെ നിലവാരം ഉയർത്തുകയും ചെയ്യുക. തങ്ങളുടെ ഓരോ കാര്യത്തിലും സത്യസന്ധത കൈക്കൊള്ളുക. നന്മകൾ എന്താണെന്ന് ചിലർ ചോദിക്കുന്നു. ചിലർ മനസ്സിലാക്കുന്നത് വെറും ബാഹ്യമായ നമസ്കാരങ്ങളും മറ്റ് ആരാധനകളുമാണ് നന്മകൾ എന്ന്. അതല്ലെങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും സൽസ്വഭാവം കാണിച്ചാൽ അത് നന്മയായി കരുതുന്നു. മറ്റ് അടിസ്ഥാനപരമായ സ്വഭാവ ഗുണങ്ങളെ അവർ വില കൽപ്പിക്കുന്നില്ല. വളരെ മനോഹരമായ രീതിയിൽ ഇക്കാര്യത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സൽസ്വഭാവങ്ങൾക്ക് വില നൽകാത്തവർ പതുക്കെ പതുക്കെ
നന്മയില്ലാത്തവരായിത്തീരുന്നു. അവരിൽ നിന്ന് യാതൊരു നന്മയും ഗുണവും ഉണ്ടാവുകയില്ല. പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് എല്ലാ വസ്തുക്കളും പ്രയോജനമുള്ളതാണ്. വിഷവും മാലിന്യവും പ്രയോജനമുള്ളതാണ്. എന്നാൽ മനുഷ്യൻ സൽസ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രയോജനം നൽകുന്നവനല്ലെങ്കിൽ വിഷവും മാലിന്യവും പ്രയോജനം നൽകുന്നതാണ്. എന്നാൽ മനുഷ്യൻ സൽസ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നില്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനായിത്തീരുന്നു. മനുഷ്യനിൽ ഉന്നത സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവൻ പ്രയോജനമുള്ളവനായിത്തീരുന്നത്. പറഞ്ഞു, ചത്തതിനേക്കാളും മോശമായിത്തീരുന്നു. അതിൻ്റെയാണെങ്കിൽ തോലും അസ്ഥികളും പ്രയോജനപ്പെടുന്നു. അവൻ്റെയാണെങ്കിൽ തൊലി പോലും പ്രയോജനം ചെയ്യുകയില്ല. മനുഷ്യന്റെ ഈ ഒരവസ്ഥ ബൽഹും അസൽ എന്ന് പറയുന്നതിന് അനുഗുണമാക്കുന്നു. അങ്ങേയറ്റം തരം താണവനായിത്തീരുന്നു. അതിനാൽ ഓർമ്മ വെക്കുക, സൽസ്വഭാവം നന്നാക്കുക എന്നത് അങ്ങേയറ്റം അത്യാവശ്യമുള്ളതാണ്. എന്തെന്നാൽ സൽസ്വഭാവം തന്നെയാണ് നന്മകളുടെ എല്ലാം മാതാവ്. സൽസ്വഭാവം ഉണ്ടായാൽ മറ്റു നന്മകൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുന്നു. ദൈനംദിന ഇടപാടുകളിൽ ഈ സൽസ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ് പ്രകടമാകുന്നത്? അവിടുന്ന് പറയുന്നു, ചില ആളുകളുടെ സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടു വന്നാൽ അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. അതായത് വല്ലതും ചോദിച്ചു വരുമ്പോൾ ആവശ്യക്കാരോട് നീരസം പ്രകടിപ്പിക്കുന്നു. ഇനി അല്പം മൗലവിയുടെ സ്ഥിരമുള്ള ആളാണെങ്കിൽ, അംശമുള്ള ആളാണെങ്കിൽ, എന്തെങ്കിലും നൽകുന്നതിന് പകരം ചോദിച്ചു വരുന്ന ആളോട് തൽസംബന്ധമായിട്ടുള്ള മസലകൾ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങുന്നു, വിവരിക്കാൻ തുടങ്ങുന്നു. ചോദിച്ചു വരുന്ന ആളോട് വൈജ്ഞാനികമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അതിന്റെ നന്മയും തിന്മയും വിവരിക്കാൻ തുടങ്ങുന്നു. മുല്ലായിസത്തിന്റെ ഭയം അവരിലിട്ടുകൊണ്ട് പലപ്പോഴും അങ്ങേയറ്റത്തെ വിഡ്ഢിത്തം പറഞ്ഞു പോകുന്നു. അഹോ കഷ്ടം, ഇത്തരം ആളുകളുടെ മേൽ അവർക്ക് ഒരു നേരായ ഉത്തമമായ മനുഷ്യനുണ്ടായിരിക്കേണ്ട ബുദ്ധിയുമില്ല, ചിന്തിക്കുവാനുള്ള ശേഷിയുമില്ല. ചോദിച്ചു വരുന്ന ആൾ ആരോഗ്യാവസ്ഥ ഉണ്ടായിട്ടുമാണ് ചോദിച്ചു വരുന്നത് എങ്കിൽ, അത് ചെയ്യുന്നുവെങ്കിൽ അയാൾ സ്വയം തെറ്റാണ് ചെയ്യുന്നത് എന്ന കാര്യം പോലും ഓർക്കുന്നില്ല. ഒരാൾ ആരോഗ്യവാനായിരിക്കെ ഭിക്ഷ ചോദിച്ചു വരികയാണെങ്കിൽ അതിന്റെ ശിക്ഷ അയാളുടെ തലയിലാണ്. കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റുകാരനാവുകയില്ല. മറിച്ച് ഹദീസിൽ ലൗ അതാക്ക റാക്കിബൻ എന്ന പദമാണ് വന്നിരിക്കുന്നത്. അതായത് ആവശ്യക്കാരൻ യാത്ര ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ പോലും വല്ലതും നൽകേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ വ അമ്മസായില ഫലാ തൻഹർ എന്ന കൽപ്പനയാണുള്ളത്. ആവശ്യക്കാരെ വിരട്ടരുത്. പറഞ്ഞു, ഇവിടെ ഇന്ന ആവശ്യക്കാരെ വിരട്ടാം അല്ലെങ്കിൽ ഇന്ന ആവശ്യക്കാരെ വിരട്ടരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓർമ്മ വെക്കുക, ആവശ്യക്കാരെ വിരട്ടരുത്, ചോദിച്ചു വരുന്നവരെ വിരട്ടരുത്. എന്തെന്നാൽ അതിലൂടെ ഒരു തരത്തിലുള്ള ദുസ്വഭാവത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുന്നു. ആവശ്യക്കാരോട് പെട്ടെന്ന് ദേഷ്യപ്പെടരുത് എന്നതാണ് സൽസ്വഭാവത്തിന്റെ തേട്ടം. ഇത്തരത്തിൽ നിങ്ങളെ നന്മയിൽ നിന്നും അകറ്റി തിന്മയുടെ അവകാശികളാക്കാൻ ആക്കുക എന്നത് ശൈത്താന്റെ ആഗ്രഹമാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഒരു നന്മ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു നന്മ ഉടലെടുക്കുന്നു. അതുപോലെ തന്നെ ഒരു തിന്മ മറ്റൊരു തിന്മയ്ക്ക് കാരണമായി തീരുന്നു. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ആകർഷിച്ചടുപ്പിക്കുന്നത് പോലെ അള്ളാഹു എല്ലാ കാര്യത്തിലും ഈ ആകർഷിച്ചെടുക്കുന്ന ശക്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആവശ്യക്കാരോട് സൗമ്യതയോടെ പെരുമാറുകയാണെങ്കിൽ, സൽസ്വഭാവത്തിന്റെ സദഖ നൽകുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള തടസ്സം നീങ്ങുകയും നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അതായത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തടസ്സം നീങ്ങിക്കിട്ടുമ്പോൾ നന്മകൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പൊതുവായി മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു ചോദ്യമുണ്ടാകുന്നു. മാതാപിതാക്കൾ അഹമ്മദികളല്ലെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ
അവരോട് ആദരവ് എങ്ങനെയാണ് നിലനിർത്തേണ്ടത്. അവിടുന്ന് ഇത്തരത്തിൽ ഒരു വ്യക്തിയോട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനിയോട് അദ്ദേഹത്തിന്റെ പിതാവിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവിധത്തിലും കഴിയുന്നതും മാതാപിതാക്കളെ തൃപ്തരാക്കുക. മുമ്പത്തേക്കാൾ ഉപരിയായി 1000 മടങ്ങ് അവരുടെ സൽപെരുമാറ്റത്തിന് മാതൃക കാണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സത്യത്തെ അംഗീകരിപ്പിക്കുക. കാരണം അവർ മുസ്ലിങ്ങളല്ലായിരുന്നു. അതുകൊണ്ട് സൽസ്വഭാവത്തിന്റെ മാതൃക കാണിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിന്റെ സത്യത്തെ അംഗീകരിക്കുന്നവരാക്കി തീർക്കുക. സൽസ്വഭാവത്തിന്റെ മാതൃക എന്നത് സൽസ്വഭാവത്തിന്റെ മാതൃകയാകുന്ന അത്ഭുത ദൃഷ്ടാന്തത്തിനോട് ഒപ്പം വെക്കാൻ മറ്റൊരു ദൃഷ്ടാന്തവുമില്ല. സത്യമതത്തിന്റെ നിലവാരമാണിത്. അതിലൂടെ മനുഷ്യൻ ഉന്നത നിലയിലുള്ള സൽസ്വഭാവത്തിന് ഉടമയായിത്തീരുന്നു, ഒരു വ്യത്യസ്തനായ വ്യക്തിയായിത്തീരുന്നു. ഒരുപക്ഷെ അള്ളാഹു നിങ്ങൾ മുഖേന അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിനോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തേക്കാം. ഇസ്ലാം മാതാപിതാക്കളെ സേവിക്കുന്നതിൽ നിന്നും തടയുന്നില്ല. ഭൗതികമായ കാര്യങ്ങളിൽ, ദീനിന് കോട്ടം തട്ടാത്ത ഭൗതിക കാര്യങ്ങളിൽ അവരെ വേണ്ട വിധത്തിൽ അനുസരിക്കേണ്ടതാണ്. ഹൃദയാത്മന അവരെ സേവിക്കേണ്ടതാണ്. ഒരവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, മനുഷ്യനെയും മൃഗത്തെയും വേർതിരിച്ച് കാണിക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത് സൽസ്വഭാവം തന്നെയാണ്. ഇക്കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഒന്നാമതായി നാൽക്കാലികൾക്ക് കൂടുതലിന്റെയും കുറവിന്റെയും കാര്യത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണമായി നായയാണ്. അത് എത്രത്തോളം തിന്നുകൊണ്ടിരിക്കുന്നുവെന്നാൽ അത് ഒടുവിൽ ഛർദ്ദിക്കുന്നു. ഏതവസ്ഥയിൽ എത്രത്തോളം ഏതളവോളം വേണമെന്ന കാര്യം അതിന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. നായയുടെ ഉദാഹരണം നൽകിയതുപോലെ അതിനറിയില്ല എത്രത്തോളം ഭക്ഷിക്കണമെന്നുള്ളത്. തിന്നുകയാണെങ്കിൽ അത് തിന്നുകൊണ്ടേ പോകുന്നു, ഒടുവിൽ അത് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇതേ അവസ്ഥയാണ് അവരുടേത്. അത്യാഗ്രഹം അവസാനിക്കുന്നേയില്ല. ഭക്ഷണമാണെങ്കിലും മറ്റുള്ളവരുടെ ധനമാണെങ്കിലും അനുവദനീയമല്ലാത്ത രീതിയിൽ അകത്താക്കാൻ ശ്രമിക്കുന്നു. പറഞ്ഞു, രണ്ടാമത്തേത് അൻആം ഹലാലും ഹറാമും വേർതിരിച്ചറിയുന്നില്ല. എങ്ങനെ ഏതവസ്ഥയിൽ ജീവിക്കണമെന്ന കാര്യം ഒന്നാമതായി അവർക്കറിയില്ല. ആധ്യാത്മികമായി എന്തു പറയുന്നു, എത്രത്തോളം അത് അനുവദനീയ മാർഗത്തിലൂടെ സമ്പാദിക്കാനും തിന്നുവാനുമുള്ള അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതും. വെറും പോക്കറ്റും ഖജനാവും നിറക്കുന്നതാകരുത്, മറിച്ച് അതിന്റെ ഉദ്ദേശം ഏകദേശം അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യമെന്നത് മൃഗത്തിന് ഹലാലതെന്നോ ഹറാമതെന്നോ വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പറയുന്നു, ഒരു കാള അത് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയലിന് വേലി കെട്ടിയിട്ടില്ലെങ്കിൽ മറ്റു വയലിൽ അത് പ്രവേശിക്കുന്നു. അതിന് ആ തിരിച്ചറിവില്ല. ഇതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മറ്റു കാര്യങ്ങളിലും സൽസ്വഭാവത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന, അതിന് വില നൽകാത്ത ഇത്തരം ആളുകൾ മനുഷ്യരെ അല്ല. വൃത്തിവെടുപ്പിന്റെ കാര്യമാണെങ്കിൽ ചത്തതിനെയും ഭക്ഷിക്കുന്നു. ഇക്കാലത്തും ആളുകൾ ഭക്ഷിക്കുന്നു. അവിടുന്ന് പറയുന്നു, യതീമിന്റെ ധനം തിന്നുന്നതിൽ യാതൊരു തരത്തിലുള്ള ഉപേക്ഷയും മടിയും കാണിക്കുന്നില്ല. യതീമിന്റെ പുല്ല് പശുവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്താൽ യാതൊരു ഉപേക്ഷയും കൂടാതെ അത് തിന്നുന്നത് പോലെ. അതായത് പശുവിന്റെ മുമ്പിൽ പുല്ലിട്ട് കൊടുത്താൽ അത് അനുവദനീയ മാർഗത്തിലൂടെ വന്നതാണോ അല്ലയോ എന്ന് അത് നോക്കുന്നില്ല, അത് തിന്നുകൊണ്ടേയിരിക്കുന്നു. യതീമുകളുടെ ധനം ഇത്തരത്തിലാണ് ആളുകൾ തിന്നുന്നത്, അനുവദനീയവും അല്ലാത്തതുമായ മാർഗത്തിലൂടെ. വന്നാറു മസ്സല്ലഹും എന്ന അവസ്ഥയാണ് ഇത്തരം ആളുകളുടേത്. അതായത് തീയിലേക്കാണ് അവരുടെ തിരിച്ചുവരവ്. അരുളുന്നു, ഓർമ്മ വെക്കുക, 2 വശങ്ങളാണുള്ളത്. ഒന്ന് ദൈവിക മഹത്വം, ദൈവത്തിന്റെ മഹത്വത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയും സൽസ്വഭാവത്തിന് വിരുദ്ധമാണ്. രണ്ടാമത്തേത് ദൈവസൃഷ്ടികളോട് അലിവ് കാണിക്കുക. മനുഷ്യകുലത്തിനെതിരായിട്ടുള്ളതും സൽസ്വഭാവത്തിന് വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും അവന്റെ കടമകൾ നിറവേറ്റുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നില്ല.
അവന്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം കേൾക്കുന്നില്ല എങ്കിൽ, അതുപോലെ അവന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അത് സൽസ്വഭാവമല്ല. അതുപോലെ ജനങ്ങളുടെ കടമ നിറവേറ്റുന്നില്ല, അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ അവരുടെ ധനം തിന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വരുത്താൻ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറുന്നുവെങ്കിൽ അതും സൽസ്വഭാവത്തിന് വിരുദ്ധമാണ്. അവിടുന്ന് പറയുന്നു, അഹോ, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശ്യമാകുന്ന ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ കുറച്ചു പേരെയുള്ളൂ. മറ്റൊരു തിന്മ അഹങ്കാരത്തിൻ്റെതാണ്. അത് നന്മയിൽ നിന്നും അകറ്റിക്കളയുന്നു എന്നല്ല, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാക്കി തീർക്കുന്നു. അവിടുന്ന് പറയുന്നു, സൂഫികൾ പറയുന്നു, മനുഷ്യരിൽ ഹാനികരമായിട്ടുള്ള ദുസ്വഭാവങ്ങൾ ധാരാളമുണ്ട്. ദുസ്വഭാവങ്ങളുടെ ജിന്നുകൾ മനുഷ്യരിലുണ്ട്. അത് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഏറ്റവും അവസാനത്തെ ജിന്ന് അത് അഹങ്കാരത്തിന്റെ ജിന്നാകുന്നു. അത് അവിടെ തന്നെ നിൽക്കുന്നു. അത് കഠിന പ്രയത്നത്തിലൂടെയും ദുആയിലൂടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെയും മാത്രം പുറത്താകുന്നു. പറയുന്നു, നിരവധി ആളുകൾ തന്നെത്താൻ വളരെ വിനീതനായി കരുതുന്നു, വലിയ വിനയം കാണിക്കുന്നു. എന്നാൽ അവരിലും ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം കാണപ്പെടുന്നു. അതിനാൽ അഹങ്കാരത്തിൻ്റെതാകുന്ന അതിസൂക്ഷ്മമായ ഇനങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടേണ്ടതാണ്. ചില നേരത്ത് സമ്പത്ത് കൊണ്ട് അഹങ്കാരം ഉടലെടുക്കുന്നു. ധനാഢ്യൻ മറ്റുള്ളവരെ പരമദരിദ്രനെന്ന് കരുതുന്നു. ഇവൻ ആരാണ് എന്നോട് മത്സരിക്കാൻ എന്ന് പറയുന്നു. ചില സമയങ്ങളിൽ കുടുംബത്തിന്റെയും തറവാടിത്തത്തിന്റേതുമാകുന്ന അഹങ്കാരം ഉണ്ടാകുന്നു. താൻ ഉയർന്ന ജാതിയിലുള്ളവനാണെന്നും അവൻ താഴ്ന്ന ജാതിക്കാരനാണെന്നും പറയുന്നു. ചില നേരത്ത് അറിവിൽ നിന്നും അഹങ്കാരം ഉണ്ടാകുന്നു. ഒരാൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ ന്യൂനതയെ കടന്നു പിടിക്കുകയും ഒച്ചവെക്കുകയും ചെയ്യുന്നു. അതായത് ഇവന് ഒരു വാക്കുപോലും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. ചുരുക്കത്തിൽ അഹങ്കാരത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളാണുള്ളത്. ഇവയെല്ലാം തന്നെ മനുഷ്യനെ നന്മകളിൽ നിന്നും തടയുന്നു, ജനങ്ങൾക്ക് പ്രയോജനം എത്തിക്കുന്നതിൽ നിന്നും തടയുന്നു. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടേണ്ടതാണ്. വീണ്ടും പറയുന്നു, ചിലർക്ക് സൽസ്വഭാവത്തിന്റെ കഴിവ് നൽകിയിട്ടില്ല, എന്നാൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ സൗഭാഗ്യം ലഭിക്കുന്നു. സൽസ്വഭാവ ഗുണത്തെ ഉപേക്ഷിക്കുക എന്നതും തിന്മയാണ്. സൽസ്വഭാവം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് തിന്മയായി മാറുന്നു. അതുമൂലം നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ് നഷ്ടമായി പോകുന്നു. പറയുന്നു, ഉദാഹരണത്തിന് ഒരാൾ വ്യഭിചരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിന് എത്രത്തോളം അത് ആഘാതം ഉണ്ടാക്കുന്നു എന്നയാൾ മനസ്സിലാക്കുന്നില്ല. ആ സമയത്തുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് വിഷമത്തെക്കുറിച്ചുമുള്ള അറിവ് അയാൾക്കുണ്ടാവുകയാണെങ്കിൽ, സൽസ്വഭാവത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത്തരം ദുഷ്പ്രവൃത്തിക്ക് അയാൾ കാരണക്കാരനാവുകയില്ല. ഇത്തരം ദുഷ്പ്രവൃത്തി കൊണ്ട് മനുഷ്യകുലത്തിനുണ്ടാകുന്ന അപകടകരമായ ദുസ്വാധീനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അതിൽ നിന്നും പിന്തിരിയും. പറയുന്നു, ഒരാൾ മോഷണം നടത്തുന്നു. ദുഷ്ടൻ ഭക്ഷണത്തിനായി ഏതെങ്കിലും വീട്ടിൽ മോഷണം നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയും എന്തെങ്കിലും ബാക്കി വെക്കണമെന്നുള്ള ചിന്ത പോലും ഉണ്ടാകുന്നില്ല. ചില സമയത്ത് കാണാറുണ്ട്, പാവപ്പെട്ടവന്റെ വർഷം മുഴുവനുമുള്ള സമ്പാദ്യം കട്ടുമുടിക്കുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, അഥവാ ഈ അവസ്ഥകളെക്കുറിച്ച് അനുഭവിച്ചറിയുകയാണെങ്കിൽ സൽസ്വഭാവത്തിന്റെ കാര്യത്തിൽ അന്ധനല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ മോഷ്ടിക്കും? ഈ ദിനങ്ങളിൽ പത്രങ്ങളിൽ വളരെ വേദനാജനകമായ വാർത്തകൾ വായിക്കുന്നു. ഇന്ന കുട്ടി ആഭരണത്തിന്റെ അത്യാർത്ഥിക്ക് വേണ്ടി കൊല്ലപ്പെട്ടു, ഇന്ന സ്ഥലത്ത് ഏതെങ്കിലും സ്ത്രീയെ കൊല ചെയ്തു എന്നെല്ലാം. ചിന്തിച്ചു നോക്കുക, സ്വഭാവഗുണം നല്ലതായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ തന്നെപ്പോലൊരു മനുഷ്യന് മേൽ പ്രയാസമുണ്ടാവുകയും അത് അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? സൽസ്വഭാവമില്ല, അനുഭവിച്ചറിയാനുള്ള ശേഷിയില്ല, അള്ളാഹുവിനോട് ഭയമില്ല എങ്കിൽ മാത്രമേ ഈ അവസ്ഥ ഉണ്ടാകൂ. അല്ലാത്ത പക്ഷം ഇതുണ്ടാവുകയില്ല. ദൈവഭയവും മനുഷ്യത്വവും മനുഷ്യനിലുണ്ടെങ്കിൽ ഇത്തരം ചെയ്തികൾ അവനിൽ നിന്നും ഉണ്ടാവുകയില്ല. ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ആരാണോ തന്റെ അയൽവാസിക്ക് സൽസ്വഭാവത്തിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്, അപ്പോൾ
അവൻ ഒരു കറാമത്ത് കാണിക്കുകയായിരിക്കും ചെയ്യുക. അതിന്റെ സ്വാധീനം അയൽവാസിയിൽ ഉന്നതമായ നിലയിൽ ഉണ്ടാകുന്നു. നമ്മുടെ ജമാഅത്തിനുമേൽ ഒരാക്ഷേപം ഉണ്ടാകുന്നു. എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറയുന്നു. കറ്റുകെട്ടി പറയലിലും ദേഷ്യത്തിലും ഇപ്പോഴും അകപ്പെട്ടിരിക്കുകയാണ് എന്ന് ദുരാരോപണം നടത്തുന്നു. കോപത്തിലും ദേഷ്യത്തിലും അകപ്പെട്ടിരിക്കുകയാണെന്നും കറ്റുകെട്ടി പറയുകയും ചെയ്യുന്നു എന്നെല്ലാമുള്ള ആക്ഷേപം നമ്മുടെ മേലുണ്ടാകുന്നു. മനുഷ്യൻ ഉത്തമമായതെന്ന് കരുതിക്കൊണ്ട് ജമാഅത്തിൽ വന്നതായിരുന്നു. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ലജ്ജിക്കേണ്ടതാണ്. പറയുന്നു, നേർമാർഗത്തിലൂടെ നടക്കുന്ന ഒരു മകൻ തന്റെ പിതാവിന്റെ സൽപ്പേര് നിലനിർത്തുന്നു. ബയ്യത്ത് ചെയ്യുന്ന ആളും മകന്റെ സ്ഥാനത്താണുള്ളത്. അതിനാൽ ജമാഅത്തിൽ വന്നിട്ടുള്ള നിങ്ങൾ അതുണ്ടായി ഇതുണ്ടായി എന്ന് ആക്ഷേപിക്കുന്ന ജനങ്ങളുടെ ആക്ഷേപത്തിന് നിങ്ങൾ സത്യമായി പുലരുന്നവരാകരുത്. പറയുന്നു, ആത്മീയ പിതാവ് ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. ഭൗതികമായ ശാരീരികമായ പിതാവ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു, ഭൗതികമായ ജീവിതത്തിന് കാരണമായി തീരുന്നു. അതുപോലെ ആത്മീയമായ പിതാവ് ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു, ആ യഥാർത്ഥ കേന്ദ്രസ്ഥാനത്തേക്ക് വഴി നടത്തുന്നു. ഒരു മകൻ തന്റെ പിതാവിന് ദുഷ്പേരുണ്ടാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? മദ്യപിച്ചും ചൂതാട്ടം നടത്തിയും ജീവിക്കുന്ന ഒരാൾ പിതാവിന്റെ ദുഷ്പേരിന് കാരണമായേക്കാവുന്ന മറ്റു ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? ഇത് ഇഷ്ടപ്പെടുന്ന ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഏതെങ്കിലും നിഷേധിയായ ഒരു മകൻ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ പിന്നെ ജനങ്ങളുടെ നാവ് അടങ്ങിയിരിക്കുകയില്ല. അവർ അവന്റെ പിതാവിനോട് ചേർത്താണ് പറയുക, ഇന്ന ആളുടെ മകൻ ഇന്ന ദുഷ്പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയും. അതുകൊണ്ട് അനുസരണക്കേടുള്ള ഒരു മകൻ തന്റെ പിതാവിന്റെ ദുഷ്പേരിന് കാരണക്കാരനാകുന്നു. ഇതുപോലെ തന്നെയാണ് ഒരാൾ ജമാഅത്തിൽ പ്രവേശിക്കുകയും ജമാഅത്തിന്റെ മഹത്വവും അന്തസ്സവും നോക്കുന്നില്ല എങ്കിൽ, അതിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ അവർ പിടിക്കപ്പെടുന്നവനായി തീരുന്നു. അവൻ സ്വയം നാശത്തിലകപ്പെടുക മാത്രമല്ല ചെയ്യുക, മറിച്ച് മറ്റുള്ളവർക്ക് കൂടി ഒരു ചീത്ത മാതൃകയായി തീർന്നുകൊണ്ട് അവരുടെ സന്മാർഗത്തിൽ നിന്നും അവരെ അകറ്റുകയും തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു. ചീത്ത മാതൃക ജനങ്ങൾ കാണുമ്പോൾ ജമാഅത്തിൽ നിന്നും അകലുകയും അവർ അടുത്തു വരികയുമില്ല. അങ്ങനെ ജമാഅത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹത്തിൽ നിന്നും അവർ തടയപ്പെട്ടവരായി തീരുന്നു. അതിനാൽ നിങ്ങളുടെ കഴിവ് എത്രത്തോളമുണ്ടോ അള്ളാഹുവിനോട് ശക്തി തേടുക. നിങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ദൗർബല്യങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക. പരാജയപ്പെടുന്നിടത്ത് സത്യസന്ധതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കൈ ഉയർത്തുക. എന്തെന്നാൽ സത്യതയോടും ദൃഢവിശ്വാസത്തോടും കൂടി ഉയർത്തുന്ന കൈ, ഭയഭക്തിയോടും കൂടി ഉയർത്തുന്ന കൈകൾ കാലിയായി മടങ്ങുകയില്ല. നമ്മുടെ 1000 ദ്വാകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന അനുഭവത്തിലൂടെയാണ് നാം ഇത് പറയുന്നത്. പറഞ്ഞു, ആരിലാണോ തന്റെ വർഗത്തോട്, മനുഷ്യകുലത്തോട് തന്റെ ഉള്ളിൽ സഹാനുഭൂതിയുടെ വികാരം ഇല്ലാത്തവർ, അവൻ ലുബ്ധനും പിശുക്കനുമാണ്. ഞാൻ നന്മയുടെയും ഗുണത്തിന്റെയും ഒരു വഴി കാണുകയാണെങ്കിൽ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടത് എന്റെ ബാധ്യതയാണ്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം വകവെക്കേണ്ട ആവശ്യമില്ല. പിന്നീട് പറയുന്നു, മനുഷ്യൻ ഏതുവരെ കഠിനയജ്ഞം നടത്തുന്നില്ല, ദുആമുഖേന പ്രയോജനമെടുക്കുന്നില്ല, ഹൃദയത്തിലുണ്ടാകുന്ന അഴുക്കുകളെ നീക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരു സമൂഹത്തിന് മേൽ വന്നു ഭവിക്കുന്ന വിപത്തുകൾ ആ സമൂഹം സ്വയം മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്തിടത്തോളം മാറ്റുകയില്ല. അവർ സ്വയം പരിശ്രമിക്കുകയും ധൈര്യം കാണിക്കുകയും ചെയ്യാത്തിടത്തോളം അത് സാധ്യമല്ല. ഇത് അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത നടപടിക്രമമാകുന്നു. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മുടെ ജമാഅത്താണെങ്കിലും മറ്റേതാണെങ്കിലും തീവ്ര യത്നത്തിലൂടെയും ദുആയോടും പ്രവർത്തിക്കാതെ നല്ല മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അല്ലാത്ത പക്ഷം അതിന് സാധിക്കുകയില്ല. അള്ളാഹു നമുക്ക് റസൂൽ തിരുമേനിയുടെ മാതൃകയനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവിധത്തിലും, ഏതവസരത്തിലും, എല്ലായിടത്തും, ഏതവസ്ഥയിലും നമ്മുടെ സൽസ്വഭാവത്തെ മികവുറ്റതാക്കാൻ സൗഭാഗ്യം നൽകട്ടെ. നമ്മുടെ സൽസ്വഭാവത്തിന്റെ ഗുണനിലവാരം അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് വേണ്ടിയായിരിക്കേണ്ടതാണ്, അല്ലാതെ വെറും കാണിക്കാൻ വേണ്ടിയാകരുത്.
സൃഷ്ടികളോടുള്ള യഥാർത്ഥ സഹാനുഭൂതി ഹൃദയത്തിലുണ്ടായിരിക്കണം. തഖ്വയുടെ നിലവാരം ഉന്നതമായിരിക്കണം. നമ്മൾ കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചവരാണ്. അതിനാൽ നമ്മുടെ കർമ്മവും ഇസ്ലാമിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ദുഷ്പേരുണ്ടാക്കുന്നതാകരുത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. മറിച്ച് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം പ്രചരിപ്പിക്കുന്നവരാകണം. ലോകത്തെ അതിലേക്ക് സ്വാധീനിപ്പിക്കുന്നവരാകണം. അതിലുപരിയായി നമ്മുടെ സ്വൽസ്വഭാവത്തിന്റെ നിലവാരം ഉയർത്താൻ എപ്പോഴും പരിശ്രമിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് ദുആയിലൂടെ അള്ളാഹുവിനോട് അത് പ്രാപിക്കുവാൻ വേണ്ടി സഹായം ആവശ്യപ്പെടുന്നവരാകണം. നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് അബ്ദുൽ മുനീബ് സാഹിബിന്റെ മകൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ മുജീബ് സാഹിബിന്റെ ഹൽക്ക ഡിഫൻസ് കറാച്ചിയുടേതാണ്. ഫെബ്രുവരി 15 88 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അഹമ്മദിയത്ത് എത്തിയത് ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് ഷെയ്ഖ് നൂർ അഹമ്മദ് സാഹിബ് ജലന്ധർ മുഖേനയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അഞ്ചാമി ആഥം എന്ന പുസ്തകത്തിൽ 313 സഹാബാക്കളുടെ പട്ടികയിൽ 242 സ്ഥാനത്ത് ഷെയ്ഖ് നൂർ അഹമ്മദ് സാബ് ജലന്ധർ ഹാലം മുബാഹിസ് എന്ന പേരിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇദ്ദേഹം 1939 ജലന്ധറിൽ ജനിച്ചു. താലിമുൽ ഇസ്ലാം കോളേജിൽ നിന്നും FSc ചെയ്തതിനു ശേഷം ലാഹോറിലെ ഗവൺമെന്റ് കോളേജിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ MSc ചെയ്തു. 1951 മുതൽ 1953 വരെ ഇവിടെ UK-യിലെ സിറിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വിദ്യാഭ്യാസം നേടി. പിന്നെ കറാച്ചിയിൽ ജമാഅത്തിന്റെ സെക്രട്ടറി ഖിദ്മത്തെ ഖൽക്കായി സേവനമനുഷ്ഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചു. സെക്രട്ടറി ജായദാദ്, സെക്രട്ടറി ഇംദാദ്, സദർ ഇംദാദ് കമ്മിറ്റി ഹൽക്കിന്റെ ഇൻചാർജ് ആയിരുന്നു. നായിബ് അമീർ എന്ന നിലയിൽ മജ്ലിസ് തെഹ്രീക്ക് ജദീദ് മർക്കസിലെ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, സൽമ താരിഖ്. താരിഖ് സുജാത് സാഹിബിന്റെ പത്നിയാണ്. 2 പൗത്രന്മാരും ഒരു പൗത്രിയുമുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരമകൾ എഴുതുന്നു, ചെറുപ്പത്തിലെ ഖാദിയാനിൽ ആദരണീയരായിട്ടുള്ള ആളുകളോടൊപ്പം കഴിയാൻ ഭാഗ്യം കിട്ടി. അള്ളാഹുമായി പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. പറയുന്നു, മെട്രിക്കിന്റെ പരീക്ഷ അത്ര നന്നായി നടന്നില്ല. പള്ളിയിൽ നിന്ന് വരുമ്പോൾ വഴിമധ്യേ മൗലാന ഷേർ അലി സാഹിബ് പള്ളിയിൽ നിന്നും വരികയായിരുന്നു. മൗലാന സാഹിബ് പരീക്ഷയുടെ കാര്യം ചോദിച്ച് നന്നായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൗലാന ഷേർ അലി സാഹിബ് കൈ ഉയർത്തി അവിടെ നിന്നുകൊണ്ട് തന്നെ ദുആ ചെയ്തു. എന്നിട്ട് ഇനി പാസ്സായിക്കൊള്ളുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. പറയുന്നു, പിന്നീട് ആ ദുആ എങ്ങനെ പൂർത്തിയായി എന്നാൽ എല്ലാ പരീക്ഷകളിലും പിന്നീട് ഞാൻ പാസ്സായിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായ അവസ്ഥകൾ ഉണ്ടായിരുന്നു, വിഷമത്തിന്റെയും സന്തോഷത്തിന്റെയും. ഇവിടെ നിന്നും പോയതിനു ശേഷം വിവിധ ജോലികളും ചെയ്തു. ജമാഅത്തിന്റെ എതിർപ്പാലും ഓഫീസർമാരുടെ പരസ്പരമുള്ള തെറ്റായ സമീപനത്താലും ഇദ്ദേഹത്തെ ജോലിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഇദ്ദേഹം ബിസിനസ് ആരംഭിച്ചു. ബിസിനസ്സിൽ അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു, തന്റെ ചിലവിന് വേണ്ടി അല്പം മാറ്റിവെക്കുന്നതല്ലാതെ ബാക്കി തുക ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിതകാലം മുഴുവനും അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞ അനുസരിച്ച് ബിസിനസ് ചെയ്ത് ഫാക്ടറി നടത്തി കിട്ടുന്ന ലാഭം എന്താണെങ്കിലും വളരെയധികം ജമാഅത്തിന് വേണ്ടി ചെലവഴിച്ചു. ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് റാബി MTA ആരംഭിച്ചപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഉടനെ തന്നെ 1 കോടി രൂപ നൽകുകയുണ്ടായി. അതുപോലെ ഒരിക്കൽ റഷ്യയിൽ പള്ളി നിർമ്മിക്കുന്ന കാര്യം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ആ സമയത്ത് ആഹ്വാനത്തിന് മുൻപേ തന്നെ റഷ്യയിൽ നിന്നുള്ള ഒരു സംഘം ഖലീഫത്ത് മസീഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഖലീഫത്ത് മസീഹ് റാബിനോട് പ്രൈവറ്റ് സെക്രട്ടറി പറയുകയുണ്ടായി, ഷെയ്ഖ് സാഹിബ് ഈ ഭീമമായ തുക യാതൊരു പ്രേരണയും കൂടാതെ തന്നെ പള്ളിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് റാബി വളരെയധികം സന്തോഷിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള മുറബി സാഹിബ് വിവരിക്കുന്നു, 2010
മെയ് 28 ദാറുസക്കറിലുണ്ടായ സംഭവത്തിന്റെ അന്നേ ദിവസം വൈകുന്നേരം ഞാൻ ഓഫീസിൽ പോയി. അവിടെ സെക്രട്ടറി മാൽ ഒരു രസീത് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടു, പൂജ്യത്തിന് മേൽ പൂജ്യം ഇട്ടുകൊണ്ടേയിരിക്കുന്നു. താങ്കൾക്ക് പിഴവ് പറ്റിയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇപ്പോൾ ഷെയ്ഖ് സാഹിബ് സയ്യിദ ബിലാൽ ഫണ്ടിലേക്കായി 1 കോടി രൂപ നൽകിക്കൊണ്ടു പോവുകയുണ്ടായി. അതുപോലെ വിശുദ്ധ ഖുർആന്റെ പ്രചാരണത്തിനായി അദ്ദേഹം വലിയ തുക നൽകുകയുണ്ടായി. കറാച്ചിയിലെ വിവിധ പ്രൊജക്ടുകൾക്കായി ചന്ത നൽകി. എപ്പോഴും ജീവിതം ലളിതമായി കഴിച്ചുകൂട്ടി. 2 ഫാക്ടറികളുടെ ഉടമയും ധനികനുമാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുമായിരുന്നില്ല. ഈ വ്യക്തി 2 ഫാക്ടറികളുടെ ഉടമയും ധനികനുമായിട്ടുള്ള ഒരാളാണെന്ന് തോന്നിക്കുമായിരുന്നില്ല. എന്ത് വരുമാനമുണ്ടായാലും തന്റെ ചിലവ് കഴിച്ച് വീട്ടു ചിലവുകൾ മാറ്റിവെച്ച് ബാക്കി ജമാഅത്തിന് നൽകിയിരുന്നു. അവസാനം അദ്ദേഹം തന്റെ സ്ഥലം ജമാഅത്തിന് വേണ്ടിയായിരിക്കുമെന്ന വസിയത്ത് നൽകിക്കൊണ്ടാണ് പോയത്. അള്ളാഹു ഇദ്ദേഹത്തോട് കരുണ ചൊരിയുമാറാകട്ടെ, പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ പേരക്കുട്ടികളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മകൾക്കും സഹനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സൽമാതൃകയിലൂടെ ചലിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله